ദിനവും കടക്കാർ വന്നിട്ട് വീട്ടിൽ ഭീഷണിയായിരുന്നു. പേടി വരാൻ തുടങ്ങി. പേടി വന്നിട്ട് ഒരു ഭാഗം തളരാൻ തുടങ്ങി. ഒരു ലിപ്സൊക്കെ കോടി, കൈയൊക്കെ കോടി, എന്നെ പൊതിരെ തല്ലാൻ തുടങ്ങി. സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ച് ആളും ബാക്കിൽ വന്നിട്ട് വുഡൻ സ്റ്റൂൾ എടുത്തിട്ടാണ് എന്നെ അടിക്കുന്നത്. എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് ബാക്കിലേക്ക് എൻ്റെ ചുമരിനേക്ക് അടിച്ചിട്ട് അല്ല മോളെ, ഈ 5 മക്കളെ ആവുന്നത് വരെ നീ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നോ? ഈ 5 മക്കളെ നീ എങ്ങനെ ഒറ്റയ്ക്ക് നോക്കുക? ഇതെല്ലാം കുറച്ച് കാലം ഉണ്ടാവും. ആരും തന്നെ പിന്നീട് അങ്ങോട്ട് സഹായിക്കാൻ വരണമെന്നില്ല. ഇപ്പോൾ കാണുന്ന ആൾക്കാരൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഹലോ എവ്രി വൺ, എൻ്റെ പേര് നസീറ അഹമ്മദ്. ഞാനൊരു ഹോം ബേക്കറാണ്. കണ്ണൂരാണ് സ്വദേശം. ഇൻസ്റ്റഗ്രാമിൽ കേക്ക്സ് ബേക്സ് ബൈ നസീറ എന്ന പേജിൻ്റെ ഫൗണ്ടറാണ്. ഞാനിവിടെ എത്തിപ്പെടാൻ കാരണം എനിക്ക് 5 മക്കളാണ്. ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. വളരെ സാധാരണ രീതിയിലുള്ള ഒരു കുട്ടിക്കാലം തന്നെയായിരുന്നു എൻ്റെതും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്ക് എന്ന് പറയുന്നത്, ഞാൻ 9th പഠിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ മരണപ്പെട്ടു പോയി. ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പയും ഗ്രാൻഡ് ഫാദറും ഞാനും എൻ്റെ ഒരു ചെറിയ അനിയത്തിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു ചെറുതിലെ. അപ്പോൾ ഹാർട്ട് പേഷ്യൻ്റ് ആയത് കാരണം ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉമ്മക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ മരിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് ഉമ്മക്ക് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നു പോയി. അതിനുശേഷം വളരെ ബാക്ക് പെയിനും കാര്യങ്ങളും ഉമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബെഡിൽ തന്നെയായിരുന്നു അധികവും. പിന്നീട് റിക്കവറായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ബാക്ക് പെയിന് വീണ്ടും വന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഒന്നുകൂടി ഹാർട്ടിൻ്റെ സർജറി ചെയ്യണം എന്നാണ്. ആ ഹാർട്ടിൻ്റെ സർജറി ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഉമ്മയെ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത്. ഞാൻ +2 പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി 7th സ്റ്റാൻഡേർഡിലായിരുന്നു. ഉമ്മാൻ്റെ മരണത്തിന് ശേഷം ഞാൻ ജീവിതത്തിൽ എല്ലാം വെറുത്തുപോയി. ദൈവം ഒരിക്കലും നമ്മളെ അങ്ങനെ ഒറ്റക്കാക്കൂല എന്ന ഒരു ചിന്തയായിരുന്നു എനിക്ക്. ഞാനും എൻ്റെ അനിയത്തിയും ഗ്രാൻഡ് ഫാദറും അടങ്ങുന്ന ഒരു കുടുംബം. ഉമ്മാൻ്റെ മരണശേഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ. പലപ്പോഴും ബാപ്പയാണ് കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒന്നിച്ചിട്ട് ഞാനും ചെയ്യും. പക്ഷേ എനിക്ക് ഡിപ്രഷൻ മോഡിലേക്ക് ഞാൻ പോവുമായിരുന്നു. അന്ന് ഡിപ്രഷൻ ആണോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കും മനസ്സിലായിട്ടില്ല, മറ്റുള്ളവർക്കും മനസ്സിലായിട്ടില്ല. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറക്കില്ല. ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടാണ് സയൻസ് ഗ്രൂപ്പ് എടുത്തത്. ഡോക്ടർ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് എനിക്ക് പഠിക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. സയൻസ് ഗ്രൂപ്പ് പൊതുവേ ടഫാണല്ലോ. അപ്പോൾ മാത്സിന് ഞാൻ ഫെയിലായി. അങ്ങനെ മാത്സിന് ഫെയിലായി. വീണ്ടും എക്സാം എഴുതി, അതിനും ഫെയിലായി. എനിക്ക് പഠിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ബുക്സ് നോക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും, കാരണം രാത്രികളിൽ ഉറങ്ങാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മാത്സിന് ഫെയിലായത് കാരണം വീട്ടിൽ പിന്നെ കല്യാണം ആലോചിക്കാമെന്നുള്ള ഒരു ലെവലായി. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാത്സിൻ്റെ ട്യൂഷന് പോകാൻ തുടങ്ങി. മാത്സിൻ്റെ ട്യൂഷന് പോയി മാത്സ് എഴുതിയിട്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഒരു കല്യാണാലോചന ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വീട്ടുകാർ അത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നോട് സമ്മതം ചോദിച്ചപ്പോൾ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും അത് മുഖവിലേക്ക് എടുത്തില്ല. കാരണം എന്തായാലും ഇനി പഠിക്കാൻ ഞാൻ മാത്സിന് 2 പ്രാവശ്യം ഫെയിലായത് കാരണം എനിക്കും ഒരു കൂടുതൽ വോയിസ് ഇല്ലാതെ ആയിപ്പോയി. അങ്ങനെ ആ കല്യാണം എൻ്റെ വീട്ടിൽ, ആ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കല്യാണം തന്നെയായിരുന്നു. കാരണം ഉമ്മ നഷ്ടപ്പെട്ടിട്ട് 1 വർഷമേ ആവുന്നുള്ളൂ ആ സമയത്ത്. അങ്ങനെ ഉമ്മാൻ്റെ മരണത്തിന് ശേഷം ഉള്ള ഒരു കല്യാണമായതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിലായിരുന്നു കല്യാണമൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാ പെൺകുട്ടികളെയും പോലെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാനും എൻ്റെ കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. വിവാഹ ജീവിതം തുടങ്ങി 1-2 വർഷം വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ പോലും എനിക്ക് ആളെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് തീരെ ഉത്തരവാദിത്ത ബോധമില്ല. എൻ്റെ കയ്യിലുള്ള സ്വർണം എല്ലാം പോകാൻ തുടങ്ങി. ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇതാരോടാണ് പറയേണ്ടത്, ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും ആ ഒരു ബന്ധത്തിന് എഡിക്റ്റഡ് ആയ പോലെ ആയിരുന്നു. കാരണം എനിക്ക് വീട്ടിൽ ആരും ഇല്ല, ഞാൻ ആരോടും സംസാരിക്കില്ല, എനിക്ക്
അനിയത്തി ഉണ്ടായിരുന്നത് കസിൻ്റെ വീട്ടിലാണ് അധികവും താമസിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു എന്താണ് ആൾ എന്നോട് പറയുന്നത്, ആൾ ഇന്നത് ശരിയാണെന്ന് പറയുന്നത് ആ ഒരു ശരി തന്നെയായിരുന്നു എനിക്കും. അപ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ് അഡിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും കേൾക്കുക, എന്ത് പറഞ്ഞാലും ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ 2 മക്കളായി. മൂത്ത മോൾക്ക് 1 വയസ്സാകുമ്പോൾ രണ്ടാമതും ഞാൻ പ്രഗ്നൻ്റായി. 2 കുട്ടികളായതിനു ശേഷമാണ് എൻ്റെ അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൾ ബാംഗ്ലൂർ സെറ്റിൽഡായി. എൻ്റെ ബാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. ഞാനും ഈ 2 കുഞ്ഞുങ്ങളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ആൾ ഒരു 35 ലക്ഷത്തോളം കട ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ് എന്ന രീതിയിൽ എൻ്റെ കമ്മലടക്കം എല്ലാ സ്വർണവും പോയി. അതിൻ്റെ കൂടെ 35 ലക്ഷത്തോളം കടവും ആക്കി വെച്ച് ആൾ നാട്ടിൽ നിൽക്കില്ല. ഞാനും ഈ ചെറിയ 2 മക്കളും 3 വയസ്സുള്ള മോളും 1 വയസ്സുള്ള മോളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദിനവും കടക്കാർ വന്നിട്ട് വീട്ടിൽ ഭീഷണിയായിരുന്നു. ഒരുപാട് ഡെയിലി വന്നിട്ട് ഭീഷണിപ്പെടുത്തും. രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും, ജനലിന് കല്ല് വാരി എറിയും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളിൽ. ഒരു ദിവസം രാത്രി 1 മണിക്ക് ജനലിൻ്റെ ഭാഗത്ത് ഒരു വലിയ സൗണ്ട് കേട്ടിട്ടാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എഴുന്നേൽക്കുന്നത്. ജനലിന് കല്ല് വാരി എറിയുന്നുണ്ട് ആരോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയ സമയത്ത് മൂപ്പരുടെ തന്നെ ഒരു ബന്ധുവാണ്, ഒരു സ്ത്രീയായിരുന്നു. അവരും കുറേ ആൾക്കാരും കൂടി വന്നിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രിൽസ് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ തുറന്നു കൊടുത്തു. അവരുള്ളിലേക്ക് കയറി വീട് മുഴുവൻ അയച്ച് പെറുക്കി ആളെ തപ്പിയിട്ട്. അപ്പോൾ ആളില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തം ആളെ നോക്കി കിട്ടാഞ്ഞത് കൊണ്ട് എന്നെ ഭയങ്കര ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്നെയും മക്കളെയൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. മക്കൾ പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ അപ്പോൾ പേടി വരാൻ തുടങ്ങി. പേടി വന്നിട്ട് ഒരു ഭാഗം തളരാൻ തുടങ്ങി. ഒരു ലിപ്സൊക്കെ കോടി, കൈയൊക്കെ കോടി. എനിക്ക് തീരെ കണ്ണിലൊക്കെ ഇരുട്ട് കയറിയിട്ട് തീരെ വയ്യാണ്ടായി. അപ്പോൾ എൻ്റെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അവർ ഇറങ്ങിപ്പോയി. അപ്പോൾ തന്നെ എൻ്റെ കസിന് അപ്പുറത്തെ വീട്ടിലെ ബന്ധു വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് കൂട്ടിപ്പോയി. അവർ വെള്ളമൊക്കെ തന്നിട്ട് എന്നെ സമാധാനിപ്പിച്ചു. അതേപോലെ അതിനുശേഷം ഞാൻ എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് ഫോൺ വിളിച്ചിട്ട് ആളോട് പറഞ്ഞു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എന്തായാലും നാട്ടിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആൾ നാട്ടിൽ വന്ന സമയത്ത് ഇതേപോലെ ഇവർ വീണ്ടും വന്നു. അപ്പോൾ ആൾ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഗ്രിൽസ് തുറക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ എക്സിനെ കണ്ടിട്ടാണ് ഞാൻ ഗ്രിൽസ് തുറക്കുന്നത്. പക്ഷേ പിന്നാലെ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രിൽസ് തുറക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് കയറി പിന്നെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ആൾ അത്ര വരെ കടക്കാരുടെ മുന്നിൽ നിന്നിട്ടില്ലായിരുന്നു. എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ ഞാനായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ അവരുടെ ആ ഒരു ഷൗട്ടിങ്ങൊക്കെ കേൾക്കേണ്ട ഒരു നാണക്കേട് കാരണം അവർ പറയുന്നതിനനുസരിച്ച് എന്നെ അടിക്കാൻ തുടങ്ങി. എന്നെ പൊതിരെ തല്ലാൻ തുടങ്ങി. അവർ ഓരോന്ന് പറയുന്നതിനനുസരിച്ചിട്ട് എന്നെ അടിക്കും. നീ എന്തിനാണ് ഗ്രിൽസ് തുറന്നു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ തുടങ്ങി. എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഞാൻ വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ ബാക്കിൽ മേലെയായിരുന്നു എൻ്റെ റൂമിലേക്ക് ഓടുമായിരുന്നു. ഇപ്പോൾ സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ച് ആളും ബാക്കിൽ വന്നിട്ട് വുഡൻ സ്റ്റൂളെടുത്തിട്ടാണ് എന്നെ അടിക്കുന്നത്. അടിച്ചടിച്ച് എനിക്ക് വയ്യാണ്ടായി. ഞാൻ റൂമിലേക്ക് വീണു പോവുകയാണ് ചെയ്തത്. അത്രയും വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ അലറി കരയുന്നത് കേട്ടിട്ട് വന്ന ആൾക്കാർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ ആളും അവിടെ ബാക്കിൽ അങ്ങ് പോയി. ഞാൻ ഒരുപാട് സമയം കരഞ്ഞ് ഇതേപോലെ എൻ്റെ ലിപ്സൊക്കെ കോടാൻ തുടങ്ങി, കൈയൊക്കെ കോടാൻ തുടങ്ങി, കണ്ണിലിരുട്ട് കയറാൻ തുടങ്ങി. ഞാൻ ഇല്ലാണ്ടായി പോകുമെന്ന് എനിക്ക് പേടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാനെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും പേടിയായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾ ആര് നോക്കും, വേറെ ആരും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് വിളിച്ച് അവിടുന്ന് കോൾ ചെയ്തിട്ട് എൻ്റെ മാമന്മാരെയൊക്കെ അവരെ അറിയിച്ചു. എത്രയും പെട്ടെന്ന് എത്തണം, അവളെ ഇങ്ങനെ അടിച്ചിട്ട് പോയിട്ടുണ്ട്, അവൾക്ക് തീരെ വയ്യാന്ന് പറഞ്ഞപ്പോൾ മാമന്മാരൊക്കെ എന്നെ കോൾ ചെയ്തു. എന്നോട് പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കുക, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാ സമയവും അടിയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത അടിയായത് കാരണം ഞാൻ പറഞ്ഞു, ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ എൻ്റെ മക്കളെ നോക്കിക്കോളും, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി താന്ന് അവരുടെ കാല് പിടിച്ചിരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നോക്കാം, നമുക്ക് സംസാരിച്ച് നോക്കാമെന്ന്.
അങ്ങനെ എല്ലാ കുടുംബത്തിലും ഒരു പ്രശ്നം വരുമ്പോൾ അപ്പുറം ഇപ്പുറം, അതായത് പെൺവീട്ടുകാരും ആൺവീട്ടുകാരും ഉള്ള ചർച്ച ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. ചർച്ച ചെയ്യുന്ന സമയത്ത് പരസ്പരമുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്തതും എൻ്റെ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തില്ല. അവസാനം എന്നോട് പറഞ്ഞത്, അവൻ ഏതായാലും ഓക്കെ ആവും, അവനക്ക് അത്രേ പ്രായമുള്ളൂ, ഏതായാലും നിനക്കും അത്രേ പ്രായമുള്ളൂ, 2 പെൺകുട്ടികളാണ് നിനക്ക്, അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് ക്ഷമിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അന്ന് ഞാൻ ആദ്യമായിട്ട് തകർന്നത്. കാരണം എൻ്റെ ബാപ്പയാണെങ്കിൽ, ബാപ്പക്ക് ഒന്നും വോയിസ് ഇല്ലാത്ത പോലെയാണ് ബാപ്പ നിൽക്കുന്നത്. എൻ്റെ മാമന്മാരാണെങ്കിൽ ഇങ്ങനെയും പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ കരുതി, ഇനി ഞാൻ മരിക്കുന്നതായാലും, ഇനി എന്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഇവരോട് ആരോടും പറയില്ല, ഇനി എന്ത് തന്നെ ആയാലും ഞാൻ ഒറ്റയ്ക്ക് സഹിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അന്ന് ആ ഒരു കാര്യം അങ്ങനെ അങ്ങ് പിന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിനുശേഷം വളരെ മോശമായിരുന്നു എൻ്റെ അവസ്ഥ. കാരണം ഒന്നാമത് ഞാനിത് ലോകത്തോട് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ, എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞത് കാരണം ആൾക്ക് ആ ഒരു നാണക്കേട് കൂടി ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും എനിക്ക് ഫിസിക്കൽ അബ്യൂസും കാര്യങ്ങളും. എനിക്ക് വയ്യാണ്ടാവുമ്പോൾ എനിക്ക് ടോൺസിലൈറ്റ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ദിവസം നല്ലോണം കൂടിപ്പോയി, പനി വരുന്ന ടോൺസിലൈറ്റ്സ്, ഇത് പഴുപ്പ് കൂടിയാൽ എനിക്ക് പനി വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആൾ പുറത്തേക്ക് പോവുകയാണ്. അതായത് ആളെപ്പോഴും യാത്രയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് ആൾ യാത്ര പോകുന്നത്. വെറുതെ പോവുകയാണ്, വീട്ടിൽ തീരെ നിൽക്കാറില്ല. ഞാൻ എത്ര കാല് പിടിച്ചാലും വീട്ടിൽ നിൽക്കൂല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കുക, എനിക്ക് തീരെ വയ്യ, കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിനെ പിടിച്ചിട്ട് ബാക്കിലേക്ക് എൻ്റെ ചുമരിനേക്ക് അടിച്ചിട്ട് വഴക്ക് പറഞ്ഞു. ഞാൻ കരഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആൾ അന്ന് പോയി. അതിനുശേഷം ഭയങ്കര ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കൂല, എനിക്കോ മക്കൾക്കോ ഫുഡ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഞാനെങ്ങനെ ജീവിക്കുന്നത് ഒന്നും ആൾ അന്വേഷിക്കില്ലായിരുന്നു. ഭയങ്കര ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്തെങ്കിലും ഒരു നേരം ഉണ്ടാക്കിയിട്ടാണ് ഞാനും എൻ്റെ മക്കളും കഴിഞ്ഞിരുന്നത്. എൻ്റെ പുറമേയുള്ള എൻ്റെ വീട്ടുകാരും ഞാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് അന്വേഷിച്ചിട്ടില്ല, ആരും തന്നെ അന്വേഷിച്ചിട്ടില്ല. ഇടയ്ക്ക് ബാപ്പ വരും എന്നെയും എൻ്റെ മക്കളെയും നോക്കാൻ. അപ്പോൾ ബാപ്പ എന്തെങ്കിലും കയ്യിൽ തരുന്നതിനെ കൊണ്ടായിരുന്നു ഞാനും എൻ്റെ മക്കളും കഴിഞ്ഞിരുന്നത്. അടി എന്ന് പറയുന്നത് മുഖത്തായിരുന്നു അധികവും കൊള്ളാറുള്ളത്. എന്ത് ഞാൻ ഒരു ആൾ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ഒന്ന് അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ പിന്നെ മുഖത്താണ് അടി കിട്ടുക. അപ്പോൾ ആ മുഖത്ത് അടിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, ആ ഒരു ശക്തിയിൽ അടിക്കുന്ന സമയത്ത് എനിക്ക് തലയൊക്കെ പെരിക്കുന്ന പോലെ ഉണ്ടാവും. ആ സമയത്താണ് എൻ്റെ മുഖം, ഫേസൊക്കെ കോടി, കൈയൊക്കെ കോടിയിട്ട് കാലൊക്കെ തളർന്ന പോലെ ആവുന്നത്. അപ്പോൾ അങ്ങനെ ആവുള്ള സമയത്ത് ആൾ അത് എന്നെ ഇട്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. ഞാൻ പിന്നെ എന്താണ് കടന്നു പോകുന്നതൊന്നും ആൾ നോക്കാറില്ല. ആ സമയത്ത് എനിക്ക് ഇടയ്ക്ക് രാത്രിയാണ് പുള്ളിക്കാരൻ വരിക, രാത്രി വരും, രാവിലെ ഇറങ്ങിപ്പോവും. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കാരണം പീരീഡ്സ് ആവുന്നത് ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ പുറത്തിറങ്ങാറില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നശിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അബോർഷൻ ചെയ്തു. അത് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു, ടാബ്ലറ്റ്സ് കഴിച്ചിട്ടാണ് അബോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇന്നും എനിക്ക് അത് ഒരു പേടി സ്വപ്നമാണ്. കാരണം ഒരുപാട് ബ്ലീഡിങ്ങും കാര്യങ്ങളും. ഞാൻ കുറേ ദിവസങ്ങളോളം ബെഡിൽ തന്നെയായിരിക്കും. അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ഇതേപോലെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ആൾ പിന്നെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ ബാപ്പാനെ വിളിച്ചു പറഞ്ഞു. ബാപ്പ വന്നിട്ട് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പ്രഗ്നൻ്റ് ആണ്, പിന്നെ ഇത് ശ്രദ്ധിക്കാൻ പറഞ്ഞു. കാരണം അന്നേരം ആ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. 6 മാസം വരെ എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ ഞാൻ ഡെലിവറി കഴിഞ്ഞു. മോനായിരുന്നു. മോന് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരു ദിവസം എൻ്റെ മാമന്മാർ കുട്ടീനെ കാണാൻ വരിക. അപ്പോൾ കുട്ടീനെ കാണാൻ വരുന്ന സമയത്ത് ആൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ റൂമിലേക്ക് കയറുന്ന സമയത്ത് ആൾ വാതിൽ കൊട്ടിയടിച്ചു. അവരോട് പറഞ്ഞു എൻ്റെ കുട്ടീനെ കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അതെനിക്ക് വലിയ ഷോക്കായി മാറി.
അതിൻ്റെ പിറ്റേന്ന് കുഞ്ഞിന് ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ നെറുകയിലേക്ക് പാല് കയറി കുഞ്ഞിൻ്റെ ബോധം പോകുന്ന പോലെ കണ്ണൊക്കെ മേലോട്ടായി. ആ സമയത്ത് ഞാൻ ശക്തിയായിട്ട് എന്നെ ദൈവത്തിന് വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. എൻ്റെ ഉമ്മാനെയും ഉമ്മാനെയൊക്കെ നീ കൊണ്ടുപോയി, ഇനി എൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും ബാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നെഞ്ചിടിപ്പ് വന്ന് എൻ്റെ ശരീരമൊക്കെ തളരുന്ന പോലെയായി, എൻ്റെ തല പെരിക്കുന്ന പോലെയായി. പിന്നെ എനിക്ക് തീരെ നിൽക്കാൻ പറ്റുന്നില്ല. കാല് പിടിച്ചിട്ട് പറയും എൻ്റെ കൂടെ ഒന്ന് ഇരുന്നാൽ മതി, എനിക്ക് പേടിയാവുന്നു. എൻ്റെ ബാപ്പാക്ക് ക്യാൻസർ വന്നു, ബാപ്പ മരിച്ചു. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. So, download the app today.